ആ എരണം കെട്ടവൻ ആ ഉരുമ്പെട്ടവളുടെ കഴുത്ത് താലി കെട്ടി ഭാര്യയെ സ്വീകരിച്ചു കഴിഞ്ഞില്ലേ? കളയടാ, ജഗൻ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ആരാധനം ചേച്ചി തെളിവെന്നൊക്കെ. എടാ, അവൻ താലി കെട്ടുന്നതിന്റെ ഫോട്ടോയോ വീഡിയോയോ അല്ല അങ്ങനെ എന്തെങ്കിലും? ആരാധനം പോട്ടെ, ഒരു സാക്ഷിയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ബോധം കെട്ടുകിടന്ന അവളെ അവൻ രഹസ്യമായി താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എടാ, ഒരു തെളിവും ഇല്ലാത്ത സ്ഥിതിക്ക് വന്ദന ഇപ്പൊ നിയമപരമായി ജഗന്റെ ഭാര്യ അല്ല, ആണോ? ചേച്ചി എന്തോ ഈ ഉദ്ദേശിക്കുന്നേ? എടാ, ജഗന് മറ്റൊരു വിവാഹബന്ധം ഉണ്ടാകണമെന്ന ആഗ്രഹം നിനക്കുള്ളതുപോലെ എനിക്കുണ്ട്. ജഗനെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വക്കീലിനെ കണ്ട് വിവാഹമോചനത്തിനുള്ള പേപ്പറൊക്കെ നീ കരുതി വെച്ചേക്കണം. വന്ദനയെ പുറത്തിറക്കണമെന്ന ചിന്തയിൽ ഉരുകി നടക്കുകയാണ് ജഗൻ. അത് നിനക്കേ കഴിയുമെന്നുള്ളത് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് വിവാഹമോചനത്തിന് തയ്യാറായി അവന് ഏത് നിമിഷവും നിന്നെ സമീപിക്കാം. വിവാഹമോചനത്തിന്റെ പേപ്പറിൽ നീ ജഗനെ കൊണ്ട് ഒപ്പിടിക്കണം. എന്നിട്ട് ജഗനെയും കൂട്ടി ജയിലിൽ പോയി വന്ദനയും കൊണ്ട് ഒപ്പിടിക്കണം. അപ്പോ ഡിവോഴ്സിന് സമ്മതിച്ചുകൊണ്ട് രണ്ടുപേരും ഒപ്പിട്ട രേഖ നിന്റെ കയ്യിൽ വെക്കണം. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എടാ, വിവാഹമോചനത്തിലുള്ള രേഖ നിന്റെ കയ്യിലായി കഴിഞ്ഞാ പിന്നെ വന്ദനയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്നുള്ള വാക്ക് നീ പാലിക്കരുത്. കാല് മാറിക്കളയണോന്ന് എന്നൊക്കെ പറഞ്ഞ ഫലമോ? വന്ദന ജീവിതകാലം മുഴുവൻ ജയിലിലുമായി, ജഗൻ ഒറ്റത്തടിയായി സ്വതന്ത്രനായി പുറത്തു. കോടീശ്വരിയായ എന്റെ കൂട്ടുകാരി വിലാസിനിക്ക് ഒരേ ഒരു മകളാ. അവളെ ജഗനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ താല്പര്യമുണ്ടെന്ന് അവളിനോട് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് അവളെ ജഗനെ കൊണ്ട് കെട്ടിക്കാം. ചേച്ചി എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? എടാ, അത് നടപ്പിലാക്കാനാടാ ബുദ്ധിരാക്ഷസിയായ ആനന്ദവല്ലി പിന്നിൽ നിൽക്കുന്നത്. നീ മുന്നിൽ നിന്ന് രഥം തെളിക്കണം. പിന്നിലിരുന്ന് കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നത് ഈ ആനന്ദവല്ലി. ഇല്ല ചേച്ചി, അത് ചില നിയമപ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച ശേഷമേ ജാമ്യം കിട്ടൂ. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാ. ജഗന് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കുറച്ചു ദിവസം നിന്നോടും വന്ദനയോടും ഒപ്പം ഇവിടെ കഴിയാം, കുറച്ച് വിശ്രമ ജീവിതം ആവാന്ന് വിചാരിച്ചാ ഞാൻ മോളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു മറഞ്ഞത്. ദിയമോളെ നോക്കണം, അടുക്കള പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേ വേണം. എനിക്കൊന്നും ഇവിടെ ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എന്നാ കഠിനമായ ജോലിക്ക് തക്കവണ്ണം എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? അതുമില്ല. ഭർത്താവിന് ദൂരെയാ ജോലി, മൂത്ത മോളാങ്കി അങ്ങ് ഹോസ്റ്റലില്. വീട് എത്രയെന്നും പറഞ്ഞോണ്ട് അടച്ചിട്ടിരിക്കുന്നത്. അടച്ചിട്ട് അത് നശിച്ചു പോകത്തില്ലേ? ഞങ്ങൾക്കുടനെ വീട്ടിലോട്ട് പോണം. ദിയമോളാണെങ്കിൽ എന്നോട് കളിക്കാൻ പോലും വരുന്നില്ല. ആകെ ബോറടിച്ചങ്ങളെ, ഞങ്ങൾക്ക് പോണം. ചേച്ചി, വന്ദന ഒന്ന് പുറത്തിറങ്ങുന്നവരെങ്കിലും ചേച്ചി എങ്ങും പോരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ചേച്ചിയുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വൈകാതെ അതിനുള്ള പ്രതിഫലം ഞാൻ തന്നോണം. ഇപ്പൊ ഒന്ന് സഹകരിക്കണം ചേച്ചി. അമ്മയ്ക്ക് വേണ്ടത് പണമല്ലേ? അത് തരാന്നല്ലേ അങ്കിള് പറഞ്ഞത്. സെല്ലിനടുത്തേക്ക് വരാൻ ആരെയും ഞങ്ങൾ അനുവദിക്കാറില്ല. നിയമം അനുവദിക്കുന്നില്ല. പിന്നെ കുറുപ്പ് സാറിന്റെ മകനായതുകൊണ്ട് ജഗനും കുട്ടിക്കും ഇങ്ങനെ ഒരു സൗകര്യം അനുവദിച്ചെന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കണ്ടിട്ട് പുറത്തേക്ക് പോണം. ശരി മാഡം, താങ്ക് യു. എന്തിനാ വന്ദനമ്മേനെ അടച്ചിട്ടേക്കുന്നത്? എന്റെ വന്ദനം ഒരു തെറ്റും ചെയ്തിട്ടില്ല. വന്ദനമ്മേ നമ്മൾ കൊണ്ടുപോയിക്കോട്ടെ ആന്റി. ആന്റിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനൊന്നും ആന്റിക്ക് പറ്റില്ല.
കോടതി ശിക്ഷിച്ച് ഇവിടെ ഇട്ടിരിക്കുന്നവരെ പുറത്തുവിടാൻ നിയമം അനുവദിക്കുന്നില്ല. ഞാൻ നിസ്സഹായാണ് മോളെ. ജഗ, കുട്ടിയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ജയിലിൽ എനിക്കും പരിമിതികളില്ലേ? നിങ്ങൾ തന്നെ കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ശരി മാഡം. വന്ദനയ്ക്ക് കൊടുക്കാനാ ഈ ഭക്ഷണം കൊണ്ടുവന്നത്. അതൊന്ന് കൊടുക്കാനുള്ള അനുവാദം കൂടി വേണം. എന്താ ജഗ ഈ പറയുന്നത്? ജയിലിലെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഇതിനകത്ത് CCTV പലയിടങ്ങളിലും വെച്ചിട്ടുണ്ട്. ജയിലിനകത്ത് ജയിലിലെ ഭക്ഷണമേ പാടുള്ളൂ. പുറത്തുനിന്ന് ഒരു ഭക്ഷണവും അനുവദിക്കില്ല. എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. ആന്റി പ്ലീസ്. ദിയമോള് വന്ദനമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. പ്ലീസ് ആന്റി. നിങ്ങളെല്ലാം കൂടി ചേർന്ന് ജയിലൊരു നാടകശാലയാക്കാനാണോ ഭാവം? ഇത് ജയിലാണ്. ജയിലിൽ യാതൊരു സെന്റിമെന്റ്സിന് സ്ഥാനമില്ല. കുറുപ്പ് സാറിന്റെ മകനെന്ന നിലയിൽ അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യരുത്. ഭക്ഷണം കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. ശരി മാഡം. ആ സെല്ലൊന്ന് തുറന്നു കൊടുക്കൂ. ശരി മാഡം.